നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിൽ മുള്ളൂർക്കര എന്ന ദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ഗുഹാക്ഷേത്രം, മുനിയറ ക്ഷേത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ അതിപുരാതനമായ ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ്. ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ വഴിപാടുകൾക്കും ഏറെ വ്യത്യസ്തതകളുണ്ട്. ചൂല് വഴിപാട്, പപ്പടം ചവിട്ടൽ വഴിപാട് എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകളുള്ള ഈ ക്ഷേത്രത്തിന് അന്നദാനത്തിനും ഏറെ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇരുനിലംകോടപ്പനായി പരിലസിക്കുന്ന ആ കൈലാസനാഥന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്കിന്ന് ഈ അതിപുരാതനമായ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 27 കിലോമീറ്റർ അകലെയായി മുള്ളൂർക്കര പഞ്ചായത്തിൽ ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 8-9 നൂറ്റാണ്ടുകളിലേതാണ് ക്ഷേത്ര നിർമ്മിതി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ അതിപുരാതന ഗുഹാക്ഷേത്രം സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ്. ഗജമസ്തകം പോലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കറുത്ത വർണ്ണത്തിലുള്ള കൂറ്റൻ പാറകളുടെ താഴെയാണ് പ്രധാന ക്ഷേത്രം നിലകൊള്ളുന്നത്. 100 ഏക്കർ വിസ്തൃതിയിൽ ഉറച്ച പാറകളാൽ പരന്നുകിടക്കുന്ന ഒരു വലിയ കുന്നിന്റെ ഭാഗമായ വിശാലമായ ഒരു പാറയുടെ അടിഭാഗത്തുള്ള ഗുഹാന്തർ ഭാഗമാണ് ക്ഷേത്ര ശ്രീകോവിൽ. പാറയുടെ ചെരുവിൽ കൊത്തിയെടുത്തതോ അതോ തനിയെ രൂപപ്പെട്ടു വന്നതോ ആയ പ്രധാന ഭഗവൽ വിഗ്രഹം വിദ്യയുടെ അതിദേവതയായ ദക്ഷിണാമൂർത്തിയുടേതാണ്. അതീവ വ്യത്യസ്തമാർന്ന 6 അടിയോളം ഉയരമുള്ള ഭഗവൽ സ്വരൂപം ഒരു പീഠത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഒരു കാൽ മറ്റേ കാലിന്മേൽ കയറ്റിവെച്ച് ശരീരം ചെറുതായൊന്ന് പിറകിലേക്ക് ചായ്ച്ച് അഗ്നികോണിലേക്ക് ദൃഷ്ടി ഊന്നിയിരിക്കുന്ന ഭഗവാന്റെ ശിരസിൽ ആകർഷകമായ വെള്ളിക്കിരീടം ധരിച്ചിട്ടുണ്ട്. സനകാദി മഹർഷിമാർക്ക് ഉപദേശം നൽകുന്ന ഭാവമാകാം. ഭഗവാന്റെ 4 തൃക്കൈകളിൽ ജപമാല, ഗ്രന്ഥം, അമൃതകലശം, അക്ഷമാല, ജ്ഞാനമുദ്ര, കേയൂര കടകാദികൾ എന്നിങ്ങനെയുള്ള പരമ്പരാഗത ചിഹ്നങ്ങളെല്ലാം ധരിച്ചിട്ടുണ്ട്. നീണ്ടുരുണ്ട ജടാമകുടവും വിരിഞ്ഞ മാറും ഒറ്റയിഴ പൂണൂലും അല്പമാത്ര അലങ്കൃതമായിട്ടുള്ള ഭഗവൽ സ്വരൂപവുമെല്ലാം പ്രൗഢഗംഭീരമായ കാഴ്ചകളാണ്. ഈ ത്രിലോകങ്ങളുടെയും ഗുരുനാഥനായ ദക്ഷിണാമൂർത്തിയായി പരിശോഭിക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായ ദിവ്യമായ ദൃഷ്ടിയുടെ ആഴം എടുത്തു പറയേണ്ടതാണ്. എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറയാതെ പറയുന്ന, ജ്ഞാനത്തിൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ അർത്ഥം ഏതിലാണോ പ്രകാശിക്കുന്നത് എന്ന് വിരൽ ചൂണ്ടുന്ന, ആത്മദർശനത്തിൻ്റെയും പരമമായ ശാന്തിയുടെയും ഒക്കെ ദിവ്യസ്മരണങ്ങൾ സമ്മാനിക്കുന്ന ഇരുനിലംകോട് വാഴുന്ന ആ മഹാദേവന്റെ ദർശനം അതീവ മനോഹരമാണ്, അലൗകികമാണ്. ഇരുനിലംകോടപ്പനായി സാക്ഷാൽ കൈലാസനാഥൻ ഈ പുണ്യപുരാതന ക്ഷേത്രത്തിൽ പരിശോഭിക്കുന്നു. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് പുല്ലരിയുവാനായി ഇവിടെ എത്തിയ ഒരു സ്ത്രീ മഴ പെയ്തപ്പോൾ പാറയ്ക്കടിയിലുള്ള ചെറിയ ഗുഹയിൽ കയറി നിൽക്കുകയും തൻ്റെ അരിവാൾ പാറയുടെ പ്രതലത്തിൽ മൂർച്ച കൂട്ടുവാനായി ഉരയ്ക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് രക്തം കിനിയുന്നത് കണ്ട് പരിഭ്രാന്തയായ അവർ വേഗം കരഞ്ഞുകൊണ്ട് നാട്ടുകാരെയെല്ലാം വിളിച്ചു വരുത്തി. എല്ലാവരും കൂടി ഗുഹാമുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയപ്പോൾ ആ പാറയിൽ അത്യപൂർവമായ അതീവ ദിവ്യമായ ദേവതാരൂപം അവർക്ക് ദൃശ്യമായി. ഭഗവാന്റെ നാസികയുടെ ഭാഗത്തായിരുന്നു ആ സ്ത്രീയുടെ അരിവാൾ കൊണ്ടത് എന്നും അവിടെ നിന്നാണ് രക്തം കിനിഞ്ഞത് എന്നും പറയപ്പെടുന്നുണ്ട്. ഈശ്വരരൂപമാണെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ വേഗം തന്നെ ആ ഭഗവത് സ്വരൂപത്തിനെ ആരാധിക്കുവാനും പൂജിക്കുവാനും ഒക്കെ തുടങ്ങി. ഭഗവാനെ ആദ്യം ദർശിച്ച സ്ത്രീ ചക്കച്ചുളയാണത്രേ ആദ്യമായി ഭഗവാന് നിവേദിക്കുന്നത്. അതിനാൽ തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ഈ നേദ്യം തനിക്ക് വേണമെന്ന് ഇവിടെ വാഴുന്ന ഭഗവാന് നിർബന്ധമാണ് എന്നും പറയപ്പെടുന്നുണ്ട്.
വിഷ്ണു വിഗ്രഹം, ശിവലിംഗം, ദേവീ വിഗ്രഹം, ശിവഭൂതഗണങ്ങളുടെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ 9 ദേവരൂപങ്ങൾ ഈ ശ്രീകോവിലിനകത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഭഗവാന്റെ ദൃഷ്ടി വരുന്ന കിഴക്ക് ഭാഗത്ത് സ്വയംഭൂവായൊരു ശിവലിംഗം വളർന്നു വരുന്നുണ്ട്. അവിടെ കെടാവിളക്ക് തെളിയുന്നുണ്ട്. ദേവീ വിഗ്രഹം ത്രിപുരഭൈരവിയാണ് എന്നൊരു വിശ്വാസമുണ്ട്. നാഗഫണങ്ങളും ചില അവ്യക്ത രൂപങ്ങളും ശ്രീകോവിലിനുള്ളിൽ ഉണ്ട്. എല്ലാമെന്നും പുറത്തുനിന്ന് നമുക്ക് വ്യക്തമല്ല. ഉപപ്രതിഷ്ഠകളായി സുബ്രഹ്മണ്യൻ, ഗണപതി, ശാസ്താവ് എന്നീ ദേവതമാരും ഈ ക്ഷേത്രത്തിലുണ്ട്. പിന്നെ ഒരു സർപ്പക്കാവും കീഴേക്കാവ് അഥവാ കണ്ണൻകാളികാവും ഇവിടെയുണ്ട്. പാറയുടെ മുകളിൽ മുനിയറയും അവിടെ ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്. 400 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ചാലാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ശ്രീമൂലസ്ഥാനമായ ഇവിടം ദക്ഷിണ കൈലാസം എന്നും അറിയപ്പെടുന്നു. ഇവിടെ ദർശനം നടത്തിയാൽ മാത്രമേ ഈ ക്ഷേത്ര ദർശനം പൂർണ്ണമാവുകയുള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട്. ചൂട്, തണുപ്പ്, വന്യമൃഗങ്ങൾ എന്നിവയിൽ നിന്നും സ്വയം രക്ഷയ്ക്കായി മഹർഷീശ്വരന്മാർ സൃഷ്ടിക്കുന്ന മനുഷ്യനിർമ്മിത ഗുഹകളാണ് മുനിയറകൾ എന്ന് പറയപ്പെടുന്നത്. പണ്ട് ഇവിടെ അനവധി മുനിയറകൾ ഉണ്ടായിരുന്നു അത്രേ. പ്രകൃതിക്ഷോഭത്താൽ അവയെല്ലാം ഇപ്പോൾ നഷ്ടമായി. ഇപ്പോൾ ഒന്നു മാത്രമാണ് അവശേഷിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ, സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി എന്ന് തുടങ്ങി പല മഹർഷീശ്വരന്മാരും സിദ്ധയോഗികളും ഈ പാറമുകളിലിരുന്ന് തപോധ്യാനങ്ങളിൽ മുഴുകിയിട്ടുണ്ട് എന്ന് വാമൊഴികളുണ്ട്. അനവധി മഹർഷീശ്വരന്മാർ ഇപ്പോഴും ഇവിടെ വന്ന് ധ്യാനിക്കാറുണ്ട്. ധ്യാനത്തിൻ്റെ അനിർവചനീയമായ ദിവ്യാനുഭൂതി, സാധകന് ലഭിക്കുവാൻ അനുയോജ്യമായ ദിവ്യത്വവും ശക്തിയും ഈ പുണ്യഭൂമിക്കുണ്ട് എന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മുനിയറയിലെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ദിവസേന വിളക്ക് വെപ്പും മാസത്തിലൊരിക്കൽ മഹാനിവേദ്യ സഹിതം താന്ത്രിക പൂജയും പതിവുണ്ട്. ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികളുടെ സംഗമഭൂമിയായതിനാൽ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് പ്രത്യേകതയും ദിവ്യത്വവും ഏറെയാണ്. ജാതിമത ഭേദമന്യേ ഏവർക്കും ഇവിടെ പൂജ നടത്തുവാനുള്ള സ്വാതന്ത്ര്യം ഈ ക്ഷേത്രം പണ്ട് അനുവദിച്ചു കൊടുത്തിരുന്നു അത്രേ. ക്ഷേത്രപ്രവേശന വിളംബരത്തിനു മുമ്പേ തന്നെ മതസാഹോദര്യത്തിൻ്റെ സന്ദേശം ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രം പങ്കുവച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അന്നദാനത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ തന്നെ കാണുവാൻ വരുന്ന തൻ്റെ മക്കൾ വിശന്ന് തിരിച്ചു പോവരുത് എന്ന് ഭഗവാന് നിർബന്ധമാണത്രേ. എന്നെ ഊട്ടിയില്ലെങ്കിലും എൻ്റെ ഭക്തനെ ഊട്ടൂ എന്നാണ് ഭഗവാന്റെ കൽപ്പന. ഇവിടെ വെച്ച് ആ പ്രപഞ്ചപിതാവിൻ്റെ തിരുമുമ്പിൽ നിന്ന് അനുവദിച്ചു തന്ന ആ അന്നം ഭക്ഷിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ലഭിച്ചു. ചൂല് വഴിപാട് അകാരണമായ മുടികൊഴിച്ചിൽ തടഞ്ഞ് തലമുടി വളരുവാൻ സഹായകമാണ് എന്നാണ് വിശ്വാസം. തലമുടി മുൻവശത്തേക്കിട്ട് 7 പ്രാവശ്യം ചൂലുകൊണ്ട് ഉഴിഞ്ഞ് ചൂല് തറയിൽ വെക്കുന്നു. ജടാധാരിയായ ശ്രീ പരമേശ്വരൻ തൻ്റെ കേശത്തിൽ നിന്നും ഒരു പങ്ക് നൽകി ഭക്തയെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം. കാലിലെ ആണിരോഗങ്ങൾക്കും പാദങ്ങളിലുണ്ടാകുന്ന മറ്റു വേദനകൾക്കും പപ്പടം ചവിട്ടൽ വഴിപാട് ഏറെ നല്ലതാണ് എന്നാണ് വിശ്വാസം. വാഴയിലയിൽ വയ്ക്കുന്ന കാച്ചിയ പപ്പടങ്ങൾ ഭഗവാന് അഭിമുഖമായി നിന്ന് ചവിട്ടി പൊട്ടിക്കുന്ന ഈ വഴിപാടിലൂടെ രോഗവിമുക്തി നേടിയവർ അനവധിയാണ്. ധാര, ചന്ദനം ചാർത്തൽ, അർച്ചനകൾ, സൂക്തപുഷ്പാഞ്ജലികൾ, അന്നദാനം, ആൾരൂപം സമർപ്പിക്കൽ എന്നിങ്ങനെ വേറെയും ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. 41 ദിവസം ഇവിടെ ഭജനമിരുന്നാൽ മാനസിക അസുഖങ്ങൾ മാറുമെന്നും വിശ്വാസമുണ്ട്. പാലിയം ഗ്രൂപ്പ് ദേവസ്വത്തിൻ്റെതാണ് ക്ഷേത്രം. ഭരണനിർവഹണം നടത്തുന്നത് ഇരുനിലംകോട് ക്ഷേത്ര സംരക്ഷണ സമിതിയാണ്. സമിതിയുടെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന അന്തേവാസി മന്ദിരം ഇവിടെ കണ്ട വളരെ നല്ല ഒരു കാര്യമാണ്. ഏകദേശം 40ഓളം വയോജനങ്ങൾ ഈ അഗതി മന്ദിരത്തിൽ താമസിക്കുന്നുമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം സ്കന്ദഷഷ്ഠിയാണ്. മകരമാസത്തിലെ തൈപ്പൂയം, നവരാത്രി, മഹാശിവരാത്രി എന്നിവയും മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. ശിവരാത്രി നാളിൽ ഗിരിവലം പ്രദക്ഷിണം എന്ന ചടങ്ങ് നടക്കുന്നു.
വിഷു ദിവസം നടക്കുന്ന പനസോത്സവ ചടങ്ങിൽ ഭഗവാൻ ആദ്യം നിവേദിച്ച ചക്കച്ചുളയ്ക്കാണ് പ്രാധാന്യം. ഈ ക്ഷേത്രത്തിൽ നിന്നും വിദ്യാരംഭം കുറിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. പണ്ടൊക്കെ ഈ നാട്ടിൽ ഉണ്ടാകുന്ന ഏത് കാർഷിക വിഭവവും ഇരുനിലം കോട് വാഴും ഭഗവാന് ഭക്തജനങ്ങൾ നിവേദിക്കുമായിരുന്നു. പണ്ടൊക്കെ ഭക്തജനങ്ങൾക്ക് സ്വയം പൂജ നടത്തുവാനുള്ള അവകാശവും ഇവിടെ ഉണ്ടായിരുന്നു അത്രേ. പിന്നീടാണ് താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകളൊക്കെ ഇവിടെ വന്നു ചേർന്നത്. വയറുവേദനയ്ക്ക് മരം കൊണ്ടോ മണ്ണുകൊണ്ടോ നിർമ്മിക്കുന്ന ആമ, മത്സ്യം, തേൾ, പഴുതാര എന്നിവയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ രോഗം മാറും എന്നൊരു വിശ്വാസവും ഇവിടെ നിലനിന്നിരുന്നു എന്നൊക്കെ വാമൊഴികളുണ്ട്. കീഴേക്കാവ് അഥവാ കണ്ടൻ കാളികാവിൽ ശിവനും കാളിയുമാണ് കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. അവിടുത്തെ പൂമൂടൽ വഴിപാടും ഗുരുതിയുമൊക്കെ പ്രശസ്തമാണ്. പ്രകൃതിയോട് ചേർന്ന് വർത്തിക്കുന്ന ഇത്തരം പുണ്യസങ്കേതങ്ങൾ ഈശ്വരൻ എന്ന പരമസത്യത്തിലേക്കുള്ള പാത പെട്ടെന്ന് സജ്ജമാക്കി തരുന്ന പുണ്യം നിറഞ്ഞ ഇടങ്ങളാണ്. ലൗകികമായ അഹംബുദ്ധിയിൽ നിന്നും ഞാൻ എന്ന ചിന്തയെ അടർത്തി മാറ്റി ഏകമായ സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ ലയിച്ച് ഏകമായ പരമമായ ആനന്ദത്തെ അറിയുവാനുള്ള ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം ജ്ഞാനസ്വരൂപനായ ദക്ഷിണാമൂർത്തി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമി പങ്കുവയ്ക്കുന്നുണ്ട്. അതിനാൽ വിട്ടുപിരിയാൻ പറ്റാത്ത ആകർഷണവും പരമമായ ശാന്തിയും ഈ മഹാദേവ ക്ഷേത്രം പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ശിവചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ പാറക്കെട്ടുകൾക്കും ശിവതത്വത്തിൻ്റെ മഹിമ ഉദ്ഘോഷിക്കുന്ന ഈ പുണ്യപുരാതന ഭൂമിക്കും പ്രപഞ്ചപിതാവ് പരിലസിക്കുന്ന ഈ പുണ്യപുരാതന ക്ഷേത്രത്തിനും ശതകോടി പ്രണാമം. ഇത്ര നേരം ഉച്ചരിച്ച ഓരോ അക്ഷരവും പരമമായ ജ്ഞാനത്തിൻ്റെ മൂർത്തിയായ പ്രപഞ്ച ഗുരുവായ കൈലാസനാഥൻ്റെ ജ്ഞാനസ്വരൂപമായ ദക്ഷിണാമൂർത്തി ഭഗവാന്റെ പൊന്നുതൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ ശാന്തായ ശുദ്ധ പരമാത്മനേ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമഃ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഓം നമഃ ശിവായ.